ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നാഗർകോവിലെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് 2 ദിവസം നിന്ന് കേട്ടോ. 2 ദിവസം നിന്ന് വീണ്ടും ഞാൻ നാഗർകോവിലേക്ക് പോവുകയാണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് ഡേ നാഗർകോവിലിൽ നമുക്ക് ഷൂട്ടുണ്ടായിരുന്ന അതേ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ അവിടെ നിന്ന് നിർത്തി വന്നല്ലോ, കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് അവിടെ നിർത്തി വന്ന് അത് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പോവുകയാണ്. സുല റെഡിയായിട്ട് നിൽക്കുകയാണ് എന്നെ യാത്രയാക്കാൻ. സുലയും രുദ്രയും എന്നെ യാത്രയാക്കാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. 2 ദിവസമേ ഞാൻ നിന്നുള്ളൂ. ഓക്കെ, ഇനി പോയിട്ട് കുറച്ച് ദിവസമുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ, വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ ബാക്കി സുഹൃത്തുക്കൾ അന്ന് മുമ്പത്തെ പോലെ തന്നെയാണ്, 2 കാറിലായിട്ട് പോവുകയാണ്. എനിക്ക് കാറ് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ കാറിലല്ല പോകുന്നത്. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് അൻവറും ട്രെയിനിലാണ് പോകുന്നത്. ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണിയായി. 5:45 പരശുരാം എക്സ്പ്രസ്സിലാണ് പോകുന്നത്. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഞാനും എറണാകുളത്തല്ല നമ്മുടെ കൊല്ലത്ത് നിന്ന് നമ്മുടെ അൻവറുമാണ്. ബാക്കിയുള്ളവരെല്ലാം കാറിലാണ് കേട്ടോ പോകുന്നത്. പോട്ടെ, പാർസേ പോയിട്ട് വരട്ടാ ചിന്തരിയേ പോട്ടാ പോണ്. എപ്പോഴത്തെയും പോലെ തന്നെ ഞാനിപ്പോൾ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് ട്രെയിൻ വരാൻ ഇനി അരമണിക്കൂറുണ്ട് കേട്ടോ. ആൾ കുറവാണെന്ന് തോന്നുന്നു, സീറ്റ് കിട്ടുമായിരിക്കും. നല്ല ഉറക്കം വരുന്നുണ്ട്. ഓക്കെ, കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നാഗർകോവിൽ ജംഗ്ഷനിലാവും. ഞാൻ കയറിയ കമ്പാർട്ട്മെൻറ്റിൽ ഫുൾ ആൾ കുറവായിരുന്നു കേട്ടോ. തിരുവനന്തപുരമൊക്കെ എത്തിയപ്പം ഫുൾ ആളങ്ങ് കുറഞ്ഞു. ഇപ്പോൾ സമയം 9 മണിയായി. 9 മണി അടുപ്പിച്ചായി. അൻവർ തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ട്. ട്രെയിൻ കുറച്ച് ലേറ്റാണ് കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം അവിടെ എത്തി. കാറിൽ വന്നതുകൊണ്ട് അവരെല്ലാവരും റൂമിലെത്തി. നമ്മളിനി വല്ലതും കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നമുക്ക് വേറെ കുറുക്കുവഴിയുണ്ട്. കുറുക്കുവഴി വഴി കൂടെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ 1 വേ ആയതുകൊണ്ട് നമ്മൾ ടാക്സിയിലോ ഓട്ടോയിലോ ആയാതെ നല്ല രീതിക്ക് കറങ്ങി പോകാം. അതുകൊണ്ട് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. എന്തിനാണെന്നുള്ളത് നമ്മൾ ഇറങ്ങിയിട്ട് അൻവറുമായിട്ട് സംസാരിച്ചിട്ട് തീരുമാനിക്കാം. ഓക്കെ, നല്ല വിശപ്പായി കേട്ടോ. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. സ്റ്റേഷൻ്റെ അടുത്തെത്തിയത്. ഇവിടെ ട്രെയിൻ പിടിച്ചിട്ട് സുഹൃത്തുക്കളെ. ഷെറ്റ്, നാഗർകോവിൽ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി അൻവറിനെ കണ്ടുപിടിക്കണം. ഫുഡ് കഴിക്കണം കേട്ടോ. അവിടെ അടുത്ത് പോയിട്ട് കഴിക്കാമല്ലേ? റൂമിൻ്റെ അടുത്തോട്ട് കഴിക്കാമല്ലേ? ശരിയാ, അവിടെ പോയിട്ട് കഴിക്കാം. ഓക്കെ, നമ്മൾ A1 റെസിഡൻസിയുടെ തൊട്ടടുത്ത് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാം. നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള പ്ലാനാണ്. പിന്നെ പോയിട്ട് തിരിച്ചു വരണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നോക്കട്ടെ പൈസ എടുക്കാം. എനിക്കതറിയാം. ഇവിടെ ഇത് വന്നില്ലല്ലോ സാധനം.
ഒരു ഹോട്ടലിലെ ലിഫ്റ്റ് കയറി മേലോട്ടും താപ്പോട്ടും ഇറങ്ങി കളിക്കുവാണ് കേട്ടാ. മേളിൽ ചെന്നപ്പോൾ അവിടെ കൂറ്റാ കൂലിട്ട് ഒന്നുമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഇവിടെ തന്തൂരി കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ, സെക്കൻഡ് ഫ്ലോറിലാണ്, അല്ല ഫസ്റ്റ് ഫ്ലോറിലാണ്. നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിൽ ചെന്ന് അവിടെ ഫുള്ള് കുറ്റാക്കുലിയിട്ട് രണ്ടും കൂടെ മേലെ കയറി പോയിട്ട് താഴെ ഇറങ്ങി. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം ഇപ്പോൾ വരും. നല്ല വിശപ്പുള്ളൂ. ഇപ്പോൾ സമയം 9:44 ഒരു 10-10:30 ആവും നമ്മൾ എന്തായാലും റൂമിലെത്താം. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും റൂമിലുണ്ട്. അപ്പോൾ നേരെ കഴിച്ചിട്ട് പോകാം. അൻവർ നേരെ എൻ്റെ ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ സാധനം വരട്ടെ കേട്ടാ. ഞാനേ സാധനം കൊണ്ടുവച്ചപ്പം വീഡിയോ എടുക്കാൻ മറന്നുപോയി. കഴിച്ച് പാതി ആയപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർമ്മിച്ചത്. കുഴപ്പമില്ല കേട്ടാ. ഞാൻ ജയിച്ചു സുഹൃത്തുക്കളെ. അൻവർ തോറ്റു. അൻവർ ഒരു പൊറോട്ട എക്സ്ട്രാ മേടിച്ച്. അൻവർ സുഹൃത്തുക്കളെ, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എന്നെ കാണാൻ പറ്റുന്നുണ്ട് അറിയത്തില്ല. ഞാൻ വെട്ടത്തോട്ട് ഇരിക്കാം കേട്ടാ. നമ്മൾ കട ഷോപ്പെല്ലാം അടച്ചു കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒരു 10:30 മണിയായി. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഞാൻ എന്താ വെളിച്ചെട്ടത്തോട്ട് വന്നു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മളെ A1 റെസിഡൻസി, അതായത് നമ്മൾ ഇത്രയും ദിവസം ഇതിന് മുമ്പ് തങ്ങി അതേ സ്ഥലത്ത് തന്നെയാണ് നമുക്കിപ്പോഴും റൂം പറഞ്ഞിരിക്കുന്നത്. അതെ, A1 റെസിഡൻസി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, എല്ലാ തവണത്തെയും പോലെ അൻവർ തന്നെ എല്ലാം വെരിഫൈ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങൾ ഇവിടെ വന്നിട്ട് നമുക്ക് കിട്ടിയ ആദ്യത്തെ റൂം. വാരക ചൂടാണ് കേട്ടോ അതിൻ്റെ അകത്ത്. അയ്യോ, അല്ല ജനലോടുന്നുണ്ട്. സോറി, ആ റൂം മാറി താക്കോലുകൊണ്ട് ഇട്ട്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇതിനിപ്പം റൂം ടൂർ നടത്തേണ്ട കാര്യമൊന്നുമില്ല. എടാ കുത്ര കൊണ്ടുപോയി. ഇനി ഒന്നേരം സാധനം കാണിച്ചു തരാം പെട്ടെന്ന്. റൂമിൽ വന്ന് നമ്മൾ ആ ഡ്രസ്സൊക്കെ മാറി ഇനി കിടന്ന് ഉറങ്ങട്ടെ കേട്ടാ. രാവിലെ 7 മണിക്കാണ് കോൾ ടൈം. അപ്പോൾ പിന്നെ ഞാൻ റൂം ടൂർ കാണിക്കുന്നില്ല എന്ന് കരുതിയതാണ് സംഭവം. ഈ വീഡിയോ ആദ്യം കാണുന്നവരുണ്ടെങ്കിലോ ചിലപ്പം, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ റൂം ടൂർ കാണിക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. TV ഉണ്ട്. ഇത് നമ്മൾ കൊണ്ടുവന്നിട്ട് ചക്കച്ചലാക്കിയതാണ് കേട്ടോ. ചെരുപ്പും ബാക്കിയുള്ള സാധനങ്ങൾ. അതുപോലെ 3 കസേര, ഒരു മേശ, ട്രേ, ഗ്ലാസ്. എന്തിനോ വേണ്ടി എന്തിനു വേണ്ടിയൊന്നുമല്ല, സൈഡിൽ നമ്മളെ കബോർഡ് സാധനങ്ങൾ വെക്കാനായിട്ട്. പിന്നെ ഒരു കട്ടിൽ, ഒരു അൻവർ. പിന്നെ വന്നിട്ട് ഇതാണ് ഞങ്ങളുടെ വിശാലമായ ടോയ്ലറ്റ്. ഓക്കെ, ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി ടോയ്ലറ്റാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ റൂം. ഇത് ഞാൻ ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇത് ഈ വീഡിയോ ആദ്യം കാണുന്നവരുണ്ടെങ്കിലോ ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. റിപ്പീറ്റ് കാണിച്ചതല്ല. കാണുന്നവർക്ക് ഇപ്പോൾ ഞാനിപ്പോൾ 3ാമത്തെ തവണ കണ്ടാണ് ഈ ബിൽഡിങ്ങിൽ വന്നിട്ട് റൂം ടൂർ കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. നാളെ നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യം പോയ ലൊക്കേഷനിലാണ് നമുക്ക് ഷൂട്ട്. അവിടെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഈ പടത്തിൻ്റെ ഫുൾ പരിപാടി കഴിയുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. ടാറ്റാ.